മുസ്ലിം ലീഗിന്റെ തട്ടിപ്പുകളുടെ വിചാരണയ്ക്ക് പ്രത്യേക ട്രിബ്യൂണൽ വേണമെന്ന് കെ.ടി. ജലീൽ. ബി.ജെ.പി നാട്ടിൽ വോട്ട് മുക്കുമ്പോൾ മുസ്ലിം ലീഗ് ഫണ്ട് മുക്കിയാണ് ഐക്യപ്പെടുന്നത്. തട്ടിപ്പും വെട്ടിപ്പും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ചമയ്ക്കുന്നതും സംസ്ഥാന ജില്ലാ മണ്ഡലം ഭാരവാഹികളാണ്. ആർക്കെതിരെയും നടപടിയില്ലെന്നും കെ.ടി. ജലീലിന്റെ വിമർശനം. വിവരങ്ങളുമായി കെ.ടി. സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, ഈ ലീഗ് നടത്തുന്ന തട്ടിപ്പിന്റെ വ്യാപ്തി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെ.ടി. ജലീൽ പ്രത്യേക ട്രിബ്യൂണൽ വേണമെന്ന് ആവശ്യപ്പെട്ട് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ജലീൽ പറഞ്ഞത്? ഏതായാലും വലിയ തരത്തിലുള്ള രൂക്ഷമായ വിമർശനം തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ.ടി. ജലീൽ ലീഗിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. നാട്ടിൽ ബി.ജെ.പി വോട്ട് മുക്കുമ്പോൾ മുസ്ലിം ലീഗ് ഫണ്ട് മുക്കിയാണ് ഐക്യപ്പെടുന്നതെന്നാണ് വളരെ രസകരമായി തന്നെയാണ് കെ.ടി. ജലീൽ ഫേസ്ബുക്കിലൂടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ വയനാട് ദുരന്തബാധിതരെ അടക്കം പറ്റിക്കുകയും അതോടൊപ്പം തന്നെ കവളപ്പാറ ദുരന്തബാധിതരുടെ പേരിൽ തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന ലീഗ് ചാരിറ്റിയുടെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകൾ ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ഒരു ട്രിബ്യൂണൽ തന്നെ അന്വേഷിക്കുന്നതാണ് നല്ലതെന്നാണ് ഇപ്പോൾ കെ.ടി. ജലീൽ പറയുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ചമയ്ക്കുന്നത് സംസ്ഥാന ജില്ലാ മണ്ഡലം ഭാരവാഹികളാണ്. ആർക്കെതിരെയും ലീഗ് ഇതുവരെ നടപടിയെടുത്തിട്ടില്ലെന്നും കെ.ടി. ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നു. ലീഗിൻ്റെ തട്ടിപ്പുകൾ അന്വേഷിക്കാൻ പ്രത്യേക ട്രിബ്യൂണൽ തന്നെ വേണമെന്നാണ് കെ.ടി. ജലീൽ ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിരവധി തട്ടിപ്പുകളാണ് ലീഗിൻ്റെ പേരിൽ ഇപ്പോൾ ഉള്ളത്. വയനാട് ദുരന്തബാധിതരുടെ പേരിൽ, കവളപ്പാറ ദുരന്തബാധിതരുടെ പേരിൽ, ചാരിറ്റിയുടെ പേരിലൊക്കെ ലീഗ് തട്ടിപ്പ് നടത്തുകയാണ്. സ്വാലിഹ്, എന്താണ് കെ.ടി. ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് കാര്യങ്ങൾ? സിജു, ലീഗ് നേതാക്കൾ അണികളെ പറ്റിച്ച് പണമുണ്ടാക്കി മണിമാളികകൾ പണിയുന്നു, ധനാഢ്യരാകുന്നു, മയക്കുമരുന്ന് മാഫിയയുടെ ഭാഗമായി മാറുന്നു. ഇത്തരം കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ലീഗ് നേതാക്കളുടെ സാമ്പത്തിക തട്ടിപ്പ് വിചാരണകൾക്കായി ഒരു പ്രത്യേക ട്രിബ്യൂണൽ തന്നെ സംസ്ഥാനത്ത് രൂപീകരിക്കേണ്ടി വരുമെന്നാണ് കെ.ടി. ജലീൽ പരിഹസിക്കുന്നത്. രൂക്ഷമായ വിമർശനമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ. വഖഫ് സ്വത്തുക്കളുടെ കേസുകൾക്ക് പ്രത്യേക ട്രിബ്യൂണൽ രൂപീകരിച്ച മാതൃകയിലാവാം ഇതെന്നും കെ.ടി. ജലീൽ പറയുന്നു. തട്ടിപ്പിന്റെയും തരികിടയുടെയും ഒരു യൂണിവേഴ്സിറ്റി ലീഗ് തുടങ്ങിയാൽ വൈസ് ചാൻസലർ ആവാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് ഉൾപ്പെടെ നിരവധി പേരുണ്ടാവും. ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുക, തട്ടിപ്പ് നടത്തുക, വെട്ടിപ്പ് നടത്തുക, ഇതെല്ലാം സാധാരണ പ്രവർത്തകരല്ല ചെയ്യുന്നത്. ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കളാണ്. ഇവർക്കെതിരിലൊന്നും ലീഗ് ഒരു നടപടിയും എടുക്കുന്നില്ലെന്നും കെ.ടി. ജലീൽ ഈ പോസ്റ്റിൽ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ശരി, കെ.ടി. സ്വാലിഹാണ് കെ.ടി. ജലീലിൻ്റെ ലീഗ് വിമർശനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.